എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ Xiaomi Redmi Note 5 Proയും Xiaomi Mi A2 തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് ഫോണുകളുടെയും അൺബോക്സിങ് ആൻഡ് റിവ്യൂ സെപ്പറേറ്റ് ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, വേണ്ടവർ അവിടെ പോയി കാണാവുന്നതാണ്. ഫോൺ ഏതൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വൈറ്റ് കളറിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോണ് Mi A2ഉം റൈറ്റ് സൈഡിൽ ബ്ലാക്ക് കളറിലുള്ള ഫോണ് Xiaomi Redmi Note 5 Proയുമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയതിൽ വെച്ച് ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾക്കും രണ്ട് വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4GB റാമും 6GB റാമും. ഇന്റേണൽ സ്റ്റോറേജ് 64GB വരുന്നുണ്ട്, 128GB വരുന്നതും ഉണ്ട്. 4GB റാം Redmi Note 5 Proയ്ക്ക് 14,999ഉം 4GB റാം Mi A2ന് 15,999ഉമാണ് പ്രൈസ് വരുന്നത്. രണ്ട് മോഡലുകൾക്ക് ബ്ലാക്ക്, ബ്ലൂ, റോസ് ഗോൾഡ്, റോസോ റെഡ് തുടങ്ങിയ കളറുകളെല്ലാം അവൈലബിൾ ആണ്. ഇനി നമുക്ക് രണ്ട് ഫോണുകളുടെയും ഫിസിക്കൽ അപ്പിയറൻസ് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഫോണുകൾക്കും സിം ട്രേ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സിം ട്രേ വരുന്നത് രണ്ടിലും ഹൈബ്രിഡ് സ്ലോട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് വരുന്നത് Redmi Note 5 Proയിലാണെങ്കിൽ ഒരു ടൈപ്പ് ബി USB പോർട്ടും മൈക്രോഫോണും ഹെഡ്ഫോൺ ജാക്കും 3.5mm ഹെഡ്ഫോൺ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. Mi A2 നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് സി USB പോർട്ടാണ് വരുന്നത്. പിന്നെ താഴ്ഭാഗത്ത് സ്പീക്കർ യൂണിറ്റും മൈക്രോഫോണും അറ്റാച്ച്ഡ് ആണ്. ഫോണിൻ്റെ ഓൾറെഡി ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് C2 ഹെഡ്ഫോൺ ജാക്ക് നമുക്കൊരെണ്ണം ഇൻക്ലൂഡഡ് ആണ്. രണ്ട് ഫോണിലും ടോപ്പ് ഭാഗത്ത് ഒരു IR ഗ്ലാസും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ വരുന്നത് പവർ ബട്ടണും വോളിയം റോക്കേഴ്സുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഫോണുകൾക്കും ബാക്ക് ഭാഗത്ത് വെർട്ടിക്കലായിട്ടാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് രണ്ടിലും വരുന്നത്. LED ഫ്ലാഷ് ലൈറ്റും അറ്റാച്ച്ഡ് ആണ്. ബാക്ക് സൈഡിൽ സെൻറ്റർ ഭാഗത്താണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്. രണ്ടും മാറ്റ് ഫിനിഷാണ് ബാക്കിൽ ബോഡി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഫോണും കയ്യിൽ ഹോൾഡ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ Redmi Note 5 Pro കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. Redmi A2 കുറച്ച് ലൈറ്റാണ്. വെയിറ്റ് ആയാലും ശരി, തിക്നെസ് ആയാലും ശരി, A2 കുറച്ച് ലൈറ്റാണ്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിലും ഫ്രണ്ടിലൊരു 5.99 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ കളേഴ്സും ഒരു സാച്ചുറേഷൻ ലെവലൊക്കെ എനിക്ക് Redmi A2ലാണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ട് ഫോണിലും ഫുൾ ടച്ച് സ്ക്രീനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നാവിഗേഷൻ ബട്ടൺസ് എല്ലാം ഹോം സ്ക്രീനിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ പിക്സൽ ഡെൻസിറ്റി വരുന്നത് 403 ppi ആണ്. ഇനി രണ്ട് ഫോണും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ് പറയുന്നത്. Redmi Note 5 Pro വരുന്നത് കസ്റ്റം UIയിലാണ്, MIUI 10ലാണ് വരുന്നത്. Redmi A2 വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, പ്യുവർ ഗൂഗിളിൻ്റെ പ്യുവർ OS ആൻഡ്രോയിഡ് പൈയിലാണ് വരുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം Mi A2ലായിരിക്കും ഒരുപക്ഷെ ആദ്യം വരുന്നത്. കസ്റ്റമൈസേഷനും ഗസ്റ്റേഴ്സ് എല്ലാം Mi A2ൽ Note 5 Proയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇനി രണ്ട് ഫോണിൽ വരുന്ന CPU ഏതാണെന്ന് നോക്കാം. Redmi Note 5 Proയിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ചിപ്സെറ്റായ 636 ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലോക്ക് ചെയ്തിരിക്കുന്നത് 1.8 GHz ക്വാഡ് കോർ ആണ്. ഇനി Mi A2 നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 660 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും 1.8 GHz ക്വാഡ് കോർ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്ററി നോക്കുകയാണെങ്കിൽ Redmi Note 5 Proയിൽ 4000 mAh ഇൻബിൽട്ട് ആയിട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് 1.5 ഡേയ്സ് എനിക്ക് യൂസിന് കഴിഞ്ഞിട്ടുണ്ട്. Mi A2ൽ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 3010 mAh ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡെയിലി ഒരു 2 തവണ ചാർജിങ്, ഫുൾ യൂസ് ആണെങ്കിൽ 2 തവണയെങ്കിലും നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെയും ക്യാമറ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. കൂടാതെ ഈ രണ്ട് ഫോണിലും വരുന്ന ക്യാമറ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ടുള്ള ഷോമിയുടെ ക്യാമറ ആപ്പ് തന്നെയാണ്. Note 5 Proയിൽ 12+5 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 5 മെഗാപിക്സൽ ടെലിഫോട്ടോ അല്ലെങ്കിൽ സൂം ലെൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പാർച്ചർ ലെവൽ എന്ന് പറയുന്നത് f2.2 ആണ്. Mi A2ൽ വരുന്നത് 20 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ ആണ് പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. ഡ്യുവൽ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പാർച്ചർ ലെവൽ എന്ന് പറയുന്നത് f2.2 തന്നെയാണ്. ഇതിൽ Note 5 Proയിൽ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Mi A2ലാണെങ്കിൽ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്യാമറ ഒരു ഡേ എക്സ്പീരിയൻസിൽ നോർമൽ HDRൽ Redmi A2 കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പോർട്രേറ്റിൻ്റെ കാര്യത്തിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ്ങിലും ബൊക്കെ എഫക്റ്റിലും Note 5 Proയാണ് കുറച്ചുകൂടി ബെറ്ററാണ് തോന്നുന്നത്. ഫ്രണ്ട് ക്യാമറ രണ്ട് ഫോണിലും 20 മെഗാപിക്സലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. LED ഫ്ലാഷ് ലൈറ്റും അറ്റാച്ച്ഡ് ആണ്. f2.0 തന്നെയാണ് ഇതിൻ്റെ അപ്പാർച്ചർ ലെവലും. നിലവിൽ Mi A2ൽ 4K വീഡിയോ ഷൂട്ടിംഗ് അവൈലബിൾ ആണ്. 1080pക്ക് മുകളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നിലവിലെ അപ്ഡേറ്റുകളിലൊന്നും Note 5 Proയിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് രണ്ട് ഫോണുകളും തമ്മിലുള്ള കുറച്ച് പ്രോസും കോൺസും. അപ്പം ഇതിൽ ഞാൻ നിങ്ങൾക്ക് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ Redmi Note 5 Pro ആണ് സജസ്റ്റ് ചെയ്യുന്നത്. Mi A2ൽ എനിക്ക് പോരാതെ തോന്നിയ ഒരേ ഒരു കാര്യം ബാറ്ററി ബാക്കപ്പ് മാത്രമാണ്. ബാറ്ററി Redmi Note 5 Proയുടെ അത്രയും പോരാ എന്ന് വേണം പറയാൻ. നിലവിലെ രണ്ട് ഫോണും ഏറെക്കുറെ നല്ല ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഫോണുകൾ തന്നെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നവർ ഏതാണെന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. എന്തെങ്കിലും ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.